ഇസ്ലാമിക ലോകത്ത് നമ്മൾ പറയും ഇമാം അഹമ്മദിന്റെ ഒക്കെ ശിഷ്യനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിക്ക് മുൻപാണ് ഇമാം അഹമ്മദ് ജനിക്കുന്നതും അതുപോലെ തന്നെ ജീവിക്കുന്നതും ഒക്കെ. ഇമാം അഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിക ലോകത്ത് ചിന്നിച്ചിതറിക്കിടന്ന സനദുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളെയൊക്കെ ആദ്യമായി ഒരുമിച്ച് കൂട്ടിയ മനുഷ്യൻ എന്നാണ് ഇമാം അഹമ്മദിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി. അതായത് ഇപ്പോ ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് പറയുന്നത് ഒട്ടേറെ വിശിഷ്യ മദീനയിൽ തന്നെ സനദുകൾ ഉൾക്കൊള്ളുന്ന, മദീനയിൽ തന്നെ പ്രചാരത്തിലുള്ള സ്വഹാബിമാരിൽ നിന്ന്, അതുപോലെ തന്നെ ഹിജാസ് പ്രദേശത്തുള്ള സ്വഹാബിമാരിൽ നിന്നുള്ള ഹദീസുകളൊക്കെയാണ് അതിൽ ഇമാം മാലിക് ക്രോഡീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് വരെ ഹദീസ് രംഗത്ത് രചന നടത്തുന്ന, അത് ക്രോഡീകരിക്കുന്ന ആളുകളൊക്കെയും അവരുടെ ഒരു പരിമിതമായ ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്തു നിന്നുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, സ്വഹാബിമാരിൽ നിന്ന് കിട്ടിയ ഹദീസുകളാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പട്ടണങ്ങളിലെയും പ്രദേശങ്ങളിലെയും ഒക്കെ ഹദീസുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരാദ്യത്തെ മനുഷ്യൻ എന്ന് പറയാൻ കഴിയുന്നത് ഇമാം അഹമ്മദിനെയാണ്. കാരണം അദ്ദേഹം അത്രയധികം യാത്രകൾ അദ്ദേഹം നിർവഹിക്കുകയും ഹിജാസിലെയും ഷാമിലെയും ബസ്രയിലെയും കൂഫയിലെയും ഒക്കെ ഹദീസുകൾ, ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ ഒക്കെ ലഭിക്കുന്ന സനദുകളുള്ള, ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ പ്രചാരത്തിലുള്ള ഹദീസുകളൊക്കെ ഒരൊറ്റ കുടക്കീഴിൽ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന് 10 ലക്ഷം ഹദീസുകൾ മനപ്പാടം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ അബ്ദുല്ലാഹിബിൻ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അതിൽ നിന്ന് 7.5 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മുസ്നദ് അഹ്മദ് ക്രോഡീകരിക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് മുസ്നദ് അഹ്മദ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അതിനുള്ള കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ നാടുകളിൽ നിന്നുള്ള ഹദീസുകൾ ആദ്യമായി അദ്ദേഹം ക്രോഡീകരിക്കാൻ ശ്രമിച്ചു എന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബഗ്ദാദിൽ തന്നെ ആദ്യം അറിവ് നേടുകയും ഏകദേശം ബഗ്ദാദിലെ പണ്ഡിതന്മാരിൽ നിന്ന് ആദ്യത്തെ ഒരു 4 വർഷത്തോളം, അദ്ദേഹത്തിന് ഒരു 20 വയസ്സ് വരെയും അദ്ദേഹം ബഗ്ദാദിൽ തന്നെ തുടരുകയും ബഗ്ദാദിലെ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുകയും വിശിഷ്യ ബുഷൈർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, വാസിത്തി എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് അദ്ദേഹം ഹദീസ് പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ 20 വയസ്സിന് ശേഷം പിന്നെ അദ്ദേഹം ബഗ്ദാദിൽ നിന്ന് പുറത്തേക്ക് പോകാം. ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയി ബസറയിലേക്ക് പോയിട്ടുണ്ട്, ഹിജാസിലേക്ക് പോയിട്ടുണ്ട്, യമൻ, കൂഫ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പലതവണ അദ്ദേഹം യാത്ര ചെയ്തു. യമൻ, ഹിജാസിലേക്ക് അദ്ദേഹം, ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക മദീന ഉൾക്കൊള്ളുന്ന പ്രദേശം, ഇന്നത്തെ ഇറാഖിൽ ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം കിലോമീറ്ററുകളോളം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഹിജാസിലെത്തണം. മക്കയിലെയും മദീനയിലും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ ഹിജാസ് എന്ന് അറിയപ്പെടുന്നു. ഹിജാസിലേക്ക് അദ്ദേഹം ജീവിതകാലത്ത് 5 തവണ യാത്ര ചെയ്തു. മക്കയിലേക്ക് മാത്രം അദ്ദേഹം ഹജ്ജിനായി മാത്രം 5 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ 3 തവണയും കാൽനടയായിട്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതിൽ ഒരു തവണ അദ്ദേഹം വഴിതെറ്റിപ്പോവുകയും കുറേയേറെ പ്രയാസങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മക്കയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് ഇമാം ഷാഫിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിയുടെ ശിഷ്യനാണല്ലോ അദ്ദേഹം. ഇമാം ഷാഫി പിന്നീട് ബഗ്ദാദിൽ എത്തിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെ ഏറ്റവും പ്രസിദ്ധമായ ചില വാചകങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിവിനോടുള്ള അടങ്ങാത്ത സ്നേഹം വെളിവാക്കുന്ന കുറെ വാചകങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിവാഹിതനാകുന്നത് തന്നെ 40 വയസ്സിന് ശേഷമാണ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിന്റെ വിജ്ഞാനം തേടിയുള്ള യാത്രകൾ തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം അത്രമാത്രം വിജ്ഞാനത്തിൽ മുഴുകി ജീവിച്ചിരുന്ന, അതിനുവേണ്ടി യാത്രകൾ നടത്തുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് 40 വയസ്സിന് ശേഷമാണ്. ഒരു സ്ഥലത്ത് ഒരു സെറ്റിലായി എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലത്ത്. ഇമാം അഹ്മദ് പിന്നീട് ഇസ്ലാമിക ലോകത്ത് ബഗ്ദാദിലെ വലിയ പള്ളിയിൽ ഖലീഫമാർ ഒക്കെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക തലസ്ഥാനത്തിന്റെ പള്ളിയിൽ ഇമാം അഹമ്മദിന് ക്ലാസ് ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു കസേര ഉണ്ടായി. അങ്ങനെ ഇമാം അഹമ്മദ് അങ്ങനെ തലമുതിർന്ന, എവിടെ പോയാലും 500 1000 ആളുകളൊക്കെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് എഴുതിയെടുക്കാൻ ഒരുമിച്ച് കൂടുന്ന വലിയ ഷെയ്ഖായി, വലിയ ബഗ്ദാദിലെ വലിയ പണ്ഡിതൻ, ഇസ്ലാമിക ലോകത്തിന് അറിയപ്പെടുന്ന പണ്ഡിതനായി മാറിയപ്പോൾ പോലും ഇമാം അഹമ്മദ് പഠിക്കുക എന്ന ഒരു ഗുണം അദ്ദേഹത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. എല്ലാ പണ്ഡിതന്മാരുടെയും ജീവിതം മുഴുവൻ പഠിക്കുക എന്നതായിരുന്നു അവരുടെയൊക്കെ ഒരു ശൈലി. ഇങ്ങനെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനത്തിൽ ജീവിക്കുന്ന വലിയ പണ്ഡിതനായി ആളുകളൊക്കെയും കണ്ടാൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ പണ്ഡിതനായപ്പോൾ പോലും ഇങ്ങനെ മഷിക്കുപ്പിയുമായി എഴുതാനുള്ള സാമഗ്രികളുമായി നടക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് സമകാലികരായ അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്, ഇമാം അഹമ്മദ്, ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ അറിയാത്തപ്പോൾ ആരുമില്ല,
അത്രമാത്രം പ്രസിദ്ധി ആർജിച്ച ജനമനസ്സുകളിൽ സുസമ്മതനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. എന്നിട്ട് ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ മഷിക്കുപ്പിയുമായി എഴുതാനുള്ള പേനയുമായി നടക്കുകയാണോ ഇമാം അഹ്മദ്? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, നമ്മുടെയൊക്കെ മനസ്സിലും കുത്തിവെക്കാൻ കഴിയുന്ന ഒന്നാണ്. മാൽ മിഹ്ബറ ഇലൽ മഖ്ബറ. മിഹ്ബറ എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി. ഈ മഷിക്കുപ്പി താഴെ വെക്കണമെങ്കിൽ ഞാൻ മഖ്ബറയിൽ എത്തിയിട്ട് മാൽ മിഹ്ബറ, മഷിക്കുപ്പിയോടൊപ്പം ഇലൽ മഖ്ബറ, മഖ്ബറയിലേക്ക് വരെ, എന്നെ മറമാടുന്നത് വരെ ഇത് എന്റെ കൂടെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരിക്കൽ അദ്ദേഹം പറയുകയാണ്, അനാ തുലുബുൽ ഇൽം ഇലാ അൻ അദ്ഖുലൽ ഖബ്ർ ഇലാ അൻ ഉദ്ഖലൽ ഖബ്ർ. എന്നെ ഖബറിലേക്ക് വെക്കപ്പെടുന്നത് വരെ ഞാൻ ഈ പണി അവസാനിപ്പിക്കുകയില്ല. അറിവ് തേടുക എന്ന ജോലി ഞാൻ അവസാനിപ്പിക്കുകയില്ല. പിന്നീട് ഹദീസുകൾ ഇങ്ങനെ പല നാടുകളിൽ നിന്ന് യമനിലെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധരായ ഒരുപാട് പണ്ഡിതന്മാരിൽ അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ കർത്താവായ അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം അസ്വനാനി, അദ്ദേഹം യമനിലെ സ്വനായിൽ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇമാം അഹ്മദ് യമനിലേക്ക് യാത്ര പോയിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇമാം അബ്ദുർ റസാഖ് ഈ പറഞ്ഞ ഈ ഇമാം ബുഖാരിയുടെ ഇമാം അഹ്മദിന്റെ ഈ കാലഘട്ടത്തിന് മുമ്പേ ജനിച്ച് ജീവിക്കുന്ന അന്നത്തെ കാലത്തെ ഹദീസ് രംഗത്ത് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത മനുഷ്യനാണ് മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയാണ് അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം. ആദ്യകാലത്ത് ഹദീസുകൾ ക്രോഡീകരിച്ച ഹദീസിന്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ വളരെ അപൂർവമാണല്ലോ. അപ്പൊ അക്കാലത്തുള്ള പണ്ഡിതനാണ് ഇമാം അബ്ദുർ റസാഖ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ്. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ ഫിഖ്ഹിൽ ഹംബലി ഹനഫി മദ്ഹബിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഖാദി അബൂ യൂസുഫിന്റെ ശിഷ്യൻ. അതുപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ ശിഷ്യൻ. ഇമാം ഷാഫിഈയിൽ നിന്നാണ് തനിക്ക് ഫിഖ്ഹിൽ ഉള്ള പ്രാവീണ്യം ലഭിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ തെളിവുകൾ സ്വീകരിക്കുന്ന രീതി, അതുപോലെ തന്നെ നാസിഖ് മൻസൂഖ്, നസ്ഖ് ചെയ്യപ്പെട്ട ദുർബലമാക്കപ്പെട്ട നിയമങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലഭിച്ചതൊക്കെ ഇമാം ഷാഫിഈയിൽ നിന്നാണ് എന്ന് ഇമാം അഹ്മദ് തുറന്നു പറയുന്നത് കാണാൻ കഴിയും. ഇമാം ഷാഫിഈയുടെ ജീവചരിത്രത്തിൽ നാം വിശദീകരിച്ചിട്ടും സിത്തത്തുൻ അദ്ഉ ലഹും ബിസ്സഹർ, തഹജ്ജുദിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് 6 ആളുകൾക്ക് വേണ്ടി ഞാൻ പേരെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞതിൽ ഇഹ്ദാഹ അഷ്ശാഫിഈ, അതിലൊന്ന് എന്റെ ഉസ്താദായ ഇമാം ഷാഫിഈ ആണ് എന്ന് ഇമാം അഹ്മദ് പറയുന്നു. അദ്ദേഹം ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഇമാം അഹ്മദിന്റെ ശൈലി നല്ല ഹിഫ്ദുള്ള 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, പക്ഷെ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അസ്ല് കോപ്പി ഗ്രന്ഥം അത് അവലംബിച്ചാണ് ഉദ്ധരിക്കാറുണ്ടായിരുന്നത്. ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ 2 രൂപത്തിൽ ഉദ്ധരിക്കും. ഒന്ന്, അവരുടെ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ഓർമ്മശക്തിയിൽ നിന്ന് എടുത്ത് നേരിട്ട് തന്നെ ഉദ്ധരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അവർ ഒരു ഗ്രന്ഥം തങ്ങൾ പഠിച്ച ഉസ്താദുമാരിൽ നിന്ന്, ഹദീസ് റിപ്പോർട്ടർമാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ശേഖരിച്ച ഹദീസുകളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെച്ചത് ഒറ്റ അക്ഷരമോ വാക്കോ പോലും മാറാതിരിക്കാൻ വേണ്ടി, ആ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി അവർ എഴുതി സൂക്ഷിക്കുന്നത്. അതിൽ നോക്കി തന്നെ അവർ ഉദ്ധരിക്കും. ചില പണ്ഡിതന്മാർ ഹിഫ്ദിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് തന്റെ ശിഷ്യന്മാർക്ക് ഈ അസ്ല് കോപ്പി, തന്റെ അടുത്തുള്ള ഈ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി കൊടുക്കും. എന്നിട്ട് അതുമായി താരതമ്യം ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകാം, ചിലപ്പോൾ ഒരു പുള്ളിട്ടത് മാറിപ്പോകും. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതിന് ആ ഹദീസുകളിൽ പ്രത്യേക സാങ്കേതിക പദങ്ങൾ തന്നെ തസ്ഹീഫ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പുള്ളി എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ മാറും. അബ്ബാസ് എന്ന് എഴുതുമ്പോൾ താഴെ പുള്ളി എഴുതുന്നതിന് പകരം 2 പുള്ളി ആയി പോയാൽ, എങ്കിൽ പേനന്റെ മഷി ഒന്ന് അപ്പുറത്തു കൂടി ആയി ഒരു ചെറിയൊരു കുത്തുകൂടി വീണ അയ്യാഷ് എന്ന് വായിക്കും. അപ്പൊ അയ്യാഷ് എന്ന് പേരുള്ള ഹദീസ് റിപ്പോർട്ടറുണ്ട്, അബ്ബാസ് എന്ന് പേരുള്ള ഹദീസ് റിപ്പോർട്ടറുണ്ട്. അപ്പൊ ഒരൊറ്റ പുള്ളി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഷീനായി മാറുമ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് എഴുതുമ്പോൾ അങ്ങനെ പല അബദ്ധങ്ങളും സംഭവിക്കാം. അപ്പോ അതൊക്കെ കണ്ടെത്താനും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പ്രത്യേക മാർഗങ്ങളുണ്ട്. അപ്പോ അങ്ങനെ സംഭവിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തമാകാൻ വേണ്ടി ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ച് തന്നെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രം വളരെ രസകരമായി ഹദീസ് നിവേദകന്മാരുടെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇമാം അബ്ദുല്ലാഹി ഇബ്നു ലഹിഅ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീട് കത്തിപ്പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വീട് കത്തിപ്പോയി. അത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അബ്ദുള്ള എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ വീട് കത്തിപ്പോയത്, വീടിന് തീ പിടിച്ചത് എന്തുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തി ഇന്നും ഇസ്ലാമിക ലൈബ്രറികളിൽ ചെന്നാൽ അവരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വീട് കത്തിപ്പോയ വർഷവും അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം നമ്മളിപ്പോ പറഞ്ഞതാണ്. അബ്ദുല്ലാഹി ഇബ്നു ലഹിഅ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അവലംബിച്ചുകൊണ്ട് ഹദീസിൽ ഉദ്ധരിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കത്തിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥവും അദ്ദേഹത്തിന്റെ അസ്ല് കോപ്പികൾ അദ്ദേഹം
പല നാടുകളിൽ നിന്ന് ശേഖരിച്ച ഹദീസ് എഴുതി വെച്ചിരുന്ന കോപ്പികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹം അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ പ്രശ്നമുണ്ടാകും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹത്തിന് അടുത്തില്ല. അദ്ദേഹത്തെ ഓർമ്മശക്തി അവലംബിച്ചല്ല അദ്ദേഹം ഉദ്ധരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം സുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 200-കൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ച പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ എവിടെയോ ജീവിച്ച യമനിലെ സുന്നായിൽ ജീവിച്ച അബ്ദുർ റസാഖ് എന്ന പേരുള്ള ഒരു മനുഷ്യന്റെ കാഴ്ച പോയത് എന്തിനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തുന്നത്? കാരണം നമ്മൾ ഈ പറഞ്ഞതാണ്, അബ്ദുർ റസാഖ് ഇബ്നു ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു ഹദീസ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകൾ പ്രായാധിക്യം പോലും അബദ്ധങ്ങളുണ്ടാകും. അത് ഇസ്ലാമിക ചരിത്രത്തെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഹദീസ് നിദാന ശാസ്ത്രം ഉസൂലുൽ ഹദീസിലെ വളരെ രസകരമായ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കാൻ കഴിയും. ഇമാം അഹ്മദ് തന്നെ ഉദ്ധരിക്കുന്ന സംഭവങ്ങൾ, ഇമാം വക്കീയിൽ നിന്ന്, അതുപോലെ തന്നെ വേറെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഇമാം മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ഇമാം അഹ്മദ് പറയുന്ന അഭിപ്രായ പ്രകടനം കാണാൻ കഴിയും. അത് അദ്ദേഹം ബഗ്ദാദിൽ, അദ്ദേഹം കൂഫയിലും ബസ്രയിലും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകൾ സ്വീകരിക്കാം. പക്ഷെ അദ്ദേഹം ബഗ്ദാദിലെത്തിയപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. അത് പരിശോധിക്കണം. അതെന്തുകൊണ്ടാണ്? കാരണം കൂഫയിലും ബസ്രയിലും അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു, ഓർമ്മശക്തി നല്ല തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു, പ്രായാധിക്യമായി, വയസ്സ് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഓർമ്മശക്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ബഗ്ദാദിലേക്ക് എത്തുന്നത് ജീവിതത്തിന്റെ ഒരു സായാഹ്ന കാലത്താണ്, അവസാന കാലത്താണ്. അപ്പൊ അവിടെ വെച്ച് ഉദ്ധരിക്കുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അത് പരിശോധിക്കണം. അങ്ങനെയാണ് ഹദീസ് രംഗത്ത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ കൃത്യമായി ഓരോ പണ്ഡിതന്മാരും എന്തിനെ അവലംബിച്ചാണ്, അവരുടെ ശിഷ്യന്മാർ ആരൊക്കെയാണ്, ഏതുവരെ ചോദിച്ചാൽ ഒരു പണ്ഡിതൻ ഹദീസ് പഠിക്കുന്ന മറ്റൊരു പണ്ഡിതനെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ആ സദസ്സിലിരുന്ന് പഠിച്ച പണ്ഡിതന്മാരെ കുറിച്ച് പോലും ഇസ്ലാമിക ചരിത്രത്തിൽ അന്വേഷിക്കാനുള്ള വകുപ്പുകളുണ്ട്. ചില ആളുകളുണ്ടായിരുന്നു സമൂഹത്തിൽ അന്ന് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന ചില ആളുകൾ. അപ്പൊ ഇവര് സ്വന്തം സഹപാഠിയായ ആളുകളുടെ ഗ്രന്ഥത്തിൽ അവരറിയാതെ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ ഈ പറഞ്ഞ സദസ്സിൽ ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഹദീസിൽ പ്രശ്നങ്ങളുള്ള ഒരു ഹദീസ് പണ്ഡിതന് മനസ്സിലാക്കാൻ കഴിയുന്ന, ഹദീസിൽ വരാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ പ്രവാചകന്റെ ശൈലിയോട് യോജിക്കാത്തതോ ആയ വാക്കുകളൊക്കെ ഹദീസിൽ കണ്ടാൽ അവർ ഉടനെ അന്വേഷിക്കും. ഇദ്ദേഹം പഠിച്ച ആ പണ്ഡിതനെ അടുത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ഈ ഹദീസിൽ കടത്തിക്കൂട്ടുന്ന ആൾ ഇദ്ദേഹത്തിന് സഹപാഠിയായി ഇരുന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇസ്ലാമിക ചരിത്രം ഹദീസുകളെ കണ്ടതും ക്രോഡീകരിച്ചതും. ഒരു തരത്തിലുള്ള ഒരു വ്യാജനും ഒരു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റും ഈ പറഞ്ഞ ഹദീസിന്റെ രംഗത്തേക്ക് പ്രവാചകന്റെ ചര്യകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ ഒരു സുശക്തമായ ഒരു ശൃംഖലയിലൂടെ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നതാണ്. അപ്പൊ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക്, ശിഷ്യന്മാർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ സ്വാലിഹ്, ഇവരൊക്കെയും ഹദീസ് പണ്ഡിതന്മാരും ഇമാം അഹ്മദിനെ പോലെ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാർ. ഇമാം അഹ്മദ് തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല ദൗത്യങ്ങളും അദ്ദേഹത്തിന്റെ പല രചനകളും ഒക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ് പിന്നീട് പൂർത്തീകരിക്കുന്നത്. ഇമാം അഹ്മദിന്റെ മുസ്നദ് ഏറ്റവും പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെയും അതുപോലെ തന്നെ പിൽക്കാലക്കാര ആളുകൾക്ക് എത്താനുള്ള കാരണമൊക്കെ അദ്ദേഹത്തിന്റെ മക്കളായ അബ്ദുള്ളയും സ്വാലിഹും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അബ്ദുള്ള അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, തന്റെ ഓർമ്മശക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കിതാബില്ലാതെ ഇമാം അഹ്മദ് എന്റെ ഉപ്പ ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ ബി അഖല്ല മിൻ മിഅത്തി ഹദീസ്, ഒരു 100-ൽ താഴെയുള്ള ഹദീസുകൾ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കിതാബ് കിട്ടാത്തപ്പോഴൊക്കെ അദ്ദേഹം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതൊരു സൂക്ഷ്മതയായി. അദ്ദേഹത്തിന് ഹിഫ്ദിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന് ഹിഫ്ദിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാൻ കഴിയുന്ന വലിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ്. പക്ഷേ അദ്ദേഹം ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി, കൂടുതൽ ഒരു ഉറപ്പിന് വേണ്ടി അദ്ദേഹം പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് ഇബ്രാഹിം ഇബ്നു ഷമ്മാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും, കുന്തു അറാ അഹ്മദ് ഇബ്നു ഹംബൽ യുഹ്യി ലൈല വഹുവ ഗുലാം. വളരെ ചെറിയ പ്രായക്കാരനായിരിക്കുമ്പോൾ ഒരു കുട്ടി, അതായത് ഇമാം അഹ്മദ് ബഗ്ദാദിൽ നിന്ന് പോകുന്നതിന് 20 വയസ്സിലാണ്. അപ്പൊ അതിന് താഴെയുള്ള ഒരു പ്രായമുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു പ്രായം, വളരെ ചെറിയ പ്രായം. ആ പ്രായത്തിൽ ഈ ഇമാം അഹ്മദ് രാത്രിയെ ജീവിപ്പിക്കുന്നത്, നിസ്കരിക്കുന്നത്, രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിലെ ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ള, ഇബാദത്തുകളിൽ നിഷ്ഠയുള്ള രാത്രി നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരാളായിരുന്നു ഇമാം അഹ്മദ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അന്നത്തെ ഖലീഫുമാർ പലപ്പോഴും പണ്ഡിതന്മാർക്ക് പാരിതോഷികങ്ങൾ നൽകും, അവർക്ക് അലവൻസുകൾ നൽകും. അതൊക്കെയും സ്വീകരിക്കാത്തൊരു മനുഷ്യൻ കൂടിയാണ് ഇമാം അഹ്മദ്. പ്രത്യേകിച്ച് തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് ഭരണാധികാരികൾ,
എന്തെങ്കിലും ദുഷ്ടലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ സംഭാവനകൾ നൽകുക സ്വാഭാവികമാണ്. കാരണം അവർക്ക് അവരുടെ പിന്തുണ ആവശ്യമുണ്ട്. തലസ്ഥാനത്താണ് ജീവിക്കുന്നത്. അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ മുഅ്തസിലി ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഖലീഫുമാർ, മഅ്മൂൻ, ഹാറൂൻ റഷീദിന്റെ രണ്ടാമത്തെ മകൻ മഅ്മൂൻ, അദ്ദേഹം മുഅ്തസിലി ചിന്താഗതി ഭരണകൂടം ഔദ്യോഗികമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. പല രൂപത്തിലും പണ്ഡിതന്മാരെ പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും മുഅ്തസിലി ആദർശത്തിലേക്ക് വരാൻ മഅ്മൂൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മഅ്മൂൻ അങ്ങനെ പണ്ഡിതന്മാർക്കൊക്കെ അലവൻസുകൾ കൊടുക്കും, പാരിതോഷികങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാത്ത ഒരാളായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബഗ്ദാദിലെ മസ്ജിദുൽ കബീർ, ബഗ്ദാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി, തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ ഇമാം അഹ്മദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ എണ്ണത്തിട്ടപ്പെടുത്താൻ കഴിയില്ലായിരിക്കുന്ന ഒരൊറ്റ സദസ്സിലൊക്കെ 5000 ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 500 ആളെങ്കിലും നാം നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അഹ്മദിന്റെ സദസ്സിൽ എഴുതിയെടുക്കുന്നവരെ മാത്രം എഴുതിയെടുക്കുന്ന ഹദീസ് പിന്നെയും ഉദ്ധരിക്കുന്ന ഹദീസ് റിപ്പോർട്ടർമാരായ ആളുകളാണല്ലോ ഈ ഇമാം അഹ്മദിൽ നിന്ന് ഇത്ര സൂക്ഷ്മത എഴുതിയെടുക്കുക. ബാക്കിയുള്ള ആളുകളൊക്കെ സദസ്സിലിരിക്കുക, അറിവ് നേടുക, അത് കേട്ട് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിൽ വന്നതായിരിക്കും. 500 ആളുകൾ ഇതിനുവേണ്ടി മാത്രം, അതായത് കാര്യമായി ഹദീസ് പഠിക്കുക, ഹദീസ് ഇമാം അഹ്മദിലൂടെ ഉദ്ധരിച്ച് ആ സനദിൽ ഒരാളായി മാറി, ഹദീസ് റിപ്പോർട്ടറായി മാറി, പിന്നെ അവരെ പോലെയുള്ള ആളുകളാണല്ലോ പിന്നെ വരുന്ന പണ്ഡിതന്മാർക്ക് ഒക്കെ ഹദീസ് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മൊത്തത്തിൽ തന്നെ കുറവായിരിക്കും. പക്ഷെ അവരുടെ ഒരു വലിയ സംഘം ഇമാം അഹ്മദിന്റെ കീഴിൽ നിന്ന് പഠിച്ചു. ഇമാം അഹ്മദ് എവിടെ പോയാലും, വീട്ടിൽ പോയാലും, അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഒരു ലോഡ്ജിൽ പോയാൽ, അദ്ദേഹം എവിടെയെങ്കിലും ആളുകൾ സന്ദർശിക്കാൻ പോയാൽ, അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നാൽ, ഇമാം അഹ്മദ് വന്നാൽ ആ സ്ഥലത്ത് അറിയുന്ന, ഇന്നത്തെ വലിയ രാഷ്ട്രീയക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകൾ തടിച്ചു കൂടുന്ന പോലെ ഇമാം അഹ്മദ് ഒരു സ്ഥലത്ത് വന്നാൽ കുറെ പേനയും കുറെ മഷിക്കുപ്പിയും ഒക്കെ ആ സ്ഥലത്തുണ്ടാവും. കാരണം അത്രമാത്രം ആളുകൾ ഇമാം അഹ്മദിൽ നിന്ന് ഹദീസ് എഴുതിയെടുക്കാൻ വേണ്ടി ഇമാം അഹ്മദ് പോകുന്നിടത്തൊക്കെ കൂടെ പോകാറുണ്ടായിരുന്നു കാണാൻ കഴിയും. അങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയത് 500 ആൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ എഴുതി ഹദീസ് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു 5000-6000 ആളുകൾ ഇമാം അഹ്മദിന്റെ സദസ്സിൽ. ഇതല്ലാതെ ഈ 500 ആളുകൾ ഉൾപ്പെട്ട് കേൾക്കാനും പഠിക്കാനും, ഹദീസ് എഴുതിയെടുക്കാനൊന്നുമല്ല, പക്ഷെ ഇമാം അഹ്മദ് പഠിക്കുക, അദ്ദേഹം പറയുന്ന ഇൽമുകൾ കേൾക്കുക, അങ്ങനെ ജീവിതത്തിൽ അറിവ് നേടുക എന്ന ലക്ഷ്യത്തിലും ഉണ്ടാകും. ഇമാം അഹ്മദ് 40 വയസ്സിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ പ്രസിദ്ധയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന അബ്ബാസ ബിൻതുൽ ഫദിൽ. ഇമാം അഹ്മദിന്റെ പ്രത്യേകിച്ച് മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഭാര്യമാരിൽ പ്രസിദ്ധയായ ഭാര്യയാണ്. കാരണം അവർ പണ്ഡിതയായി. അബ്ബാസ ബിൻതുൽ ഫദിൽ റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതയായിരുന്നു. അവരുടെ അറിവിനെ കുറിച്ച് ഇമാം അഹ്മദും സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല അറിവുള്ള, പല വിഷയങ്ങളിലും അവഗാഹമുള്ള ഒരു വനിതാ രത്നമായിരുന്നു അബ്ബാസ ബിൻതുൽ ഫദിൽ. അതുപോലെ തന്നെ റൈഹാന എന്ന് അബ്ബാസ റഹ്മത്തുള്ളാഹി അലൈഹയിലാണ് സ്വാലിഹ് എന്ന മകൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അബ്ദുള്ള എന്ന മകൻ ഉണ്ടാകുന്നത് റൈഹാന എന്ന ഭാര്യയിലാണ്. അതുപോലെ തന്നെ ഹുസ്ന് എന്ന പേരുള്ള മറ്റൊരു ഭാര്യയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ സൈനബ്, ഹസൻ, ഹുസൈൻ എന്നു പേരുള്ള മക്കൾ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇരട്ടകളായിരുന്ന ഹസൻ, ഹുസൈൻ ഇവർ മരണപ്പെട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഇമാം അഹ്മദിന്റെ ഭാര്യമാരും അദ്ദേഹത്തിന്റെ മക്കളും എന്നത്.